അപ്പം ഈ കല്യാണം എങ്ങനെയായിരുന്നു? കല്യാണം പാർട്ടി കല്യാണമായിരുന്നു. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആലോചന വന്നത്? നേരത്തെ അറിയാമായിരുന്നു? ഞങ്ങൾ രണ്ടുപേരും SFI ഉണ്ടായിരുന്നു, സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിൽ. ബേബി, ഞാൻ ആദ്യമായിട്ട് ബേബിനെ കാണുന്നത് എറണാകുളം സമ്മേളനത്തിൽ വെച്ച്, സംസ്ഥാന സമ്മേളനത്തിൽ വെച്ചിട്ട്. അന്ന് ബേബി സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു അല്ലേ, SFIയുടെ. ഐഡിയ എന്തോ, ബേബിന് എനിക്ക് ബഹുമാനം ആണ്, ഇപ്പോഴും ബഹുമാനമാണ്. ആരാധന ഉണ്ടായിരുന്നു, പക്ഷെ അത് പ്രേമായിരുന്നില്ല. പിന്നെ ഇങ്ങനെയോ ബേബിക്ക് എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അങ്ങനെയാണ് എനിക്ക് ബേബിനെ. ഞാനൊരിക്കൽ കോഴിക്കോട് പാർട്ടി ഓഫീസിലിരിക്കുമ്പം ബേബി എന്നോട് പറഞ്ഞു, സഖാവൻ ഒന്ന് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ബേബി എന്നോട് ചോദിച്ചു, ഇങ്ങനെ എനിക്ക് വിവാഹം കഴിച്ചാൽ താല്പര്യമുണ്ട്. വളരെ അച്ചടി ഭാഷയല്ല ബേബി സംസാരിക്കാം. എന്നിട്ട് ബേബി പറഞ്ഞു, അങ്ങനെ ഇപ്പം ഉത്തരം തരണ്ട, അവധാനതാപൂർവം ചിന്തിച്ച് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഈ അവധാനതാപൂർവത്തിൻ്റെ അർത്ഥം മനസ്സിലായില്ല. അങ്ങനെ ഞാൻ ബേബിയുടെ അടുത്ത് ചോദിച്ചു, എന്താ? അപ്പം ഉത്തരം പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞു അച്ഛനും അമ്മയും അറിയണം, അപ്പം അവരുടെയും കൂടി സമ്മതം വേണം. എനിക്ക് വിരോധമില്ല, എനിക്കിഷ്ടമാണ് ബേബിനെ, പക്ഷെ അവരുടെയും കൂടി സമ്മതം കൂടിയിട്ട് നമുക്ക് കല്യാണം ഉറപ്പിക്കാം. അങ്ങനെ എൻ്റെ അച്ഛനും അമ്മയുടെ അടുത്ത് ഞാൻ അന്ന് തന്നെ പോയി, അതിൻ്റെ പിറ്റേ ദിവസം പോയി പറഞ്ഞു. ബേബിയായിട്ട് അവർ സംസാരിച്ചു, അവർക്ക് ഇഷ്ടമായി ചെറുക്കനെ. അങ്ങനെ പെണ്ണ് കാണൽ ചടങ്ങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല, ഞങ്ങൾ കണ്ടതാണല്ലോ. പക്ഷേ പിന്നെ സഖാവിനുള്ളതുപോലെ തന്നെ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു എനിക്ക് ബേബിയുടെ അടുത്ത്. തീർച്ചയായിട്ടും സ്നേഹം ഉണ്ടായിരുന്നു. പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അത് ഞാൻ പറഞ്ഞില്ല, അത് പ്രേമല്ല, ഒരിക്കലും പ്രേമായിരുന്നില്ല. അത് പിന്നീടാണ് ഞാൻ പ്രേമിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. കല്യാണത്തിന് ശേഷം ആരാധന ഉണ്ടായിരുന്നു. അപ്പൊ കല്യാണം കഴിച്ച് നേരെ കൊല്ലത്തേക്കാണോ അതോ എവിടെയായിരുന്നു? അല്ല, കൊല്ലത്ത് ഒരു ദിവസം ഞങ്ങൾ താമസിച്ചു. പിന്നെ തൃശ്ശൂർ പോയി. പിന്നെ ഞങ്ങൾ ഡൽഹിയിൽ, ബേബി അന്ന് ഡൽഹി ബേസ് ചെയ്തിട്ടായിരുന്നു പ്രവർത്തിച്ചത്. അല്ല, പ്രവർത്തന മേഖല ഡൽഹി ആയിരുന്നു.